അമേരിക്കയിൽ വിതരണം ചെയ്ത മരുന്നുകൾ തിരികെ വിളിച്ച് ഇന്ത്യൻ മരുന്ന് കമ്പനികൾ. അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗം നൽകിയ റിപ്പോർട്ടിൽ മരുന്നുകളുടെ ഉൽപ്പാദനത്തിൽ പിഴവ് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്, സൺ ഫാർമ, അരബിന്ദോ ഫാർമ എന്നീ കമ്പനികളാണ് മരുന്നുകൾ പിൻവലിച്ചത്. മുതിർന്നവരിലും കുട്ടികളിലും രക്തത്തിലടങ്ങിയിരിക്കുന്ന ഫിനലൈൻ അളവ് നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന മരുന്നിന്റെ 20,000 കാർട്ടണുകളാണ് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് പിൻവലിച്ചത്. സാപ്രോപ്റ്ററിൻ ഡി ഹൈഡ്രോക്ലോറൈഡ് മരുന്നും ഇതേ കാരണത്താൽ കമ്പനി പിൻവലിച്ചിട്ടുണ്ട്. വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന തകരാറുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്. സൺ ഫാർമ 11,016 ആംഫോറ്റെറിസിൻ ബി ലിപ്പോസം എന്ന ഇഞ്ചക്ഷൻ വയലുകൾ പിൻവലിച്ചിട്ടുണ്ട്. അമേരിക്കൻ വിപണിയിൽ ഫംഗൽ ഇൻഫെക്ഷനുള്ള മരുന്നാണിത്. മരുന്ന് രോഗശാന്തി നൽകുന്നില്ലെന്ന കാരണമാണ് ഇതിനു പിന്നിൽ. ക്ലോറസിപ്പേറ്റ് ഡൈ പൊട്ടാസ്യം മരുന്നിലെ 13,605 ഗുളികകളാണ് അരബിന്ദോ ഫാർമ പിൻവലിച്ചത്. ഉത്കണ്ഠ നിയന്ത്രിക്കുന്നതിനുള്ളതാണ് ഈ മരുന്ന്. മരുന്ന് പാക്ക് ചെയ്ത കണ്ടെയ്നറിന് തകരാറുണ്ടെന്ന കാരണമാണ് അരബിന്ദോ ഫാർമ മരുന്ന് പിൻവലിക്കാൻ കാരണം. FDC ലിമിറ്റഡ് എന്ന മറ്റൊരു കമ്പനിയുടെ 3,82,104 യൂണിറ്റ് ടൈമലൻ മലേറ്റ് ഒഫ്താൽമിക് സൊല്യൂഷൻ ഗ്ലൂക്കോമ രോഗത്തിന്റെ മരുന്ന് പിൻവലിച്ചിട്ടുണ്ട്. ലോകത്തെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ വിപണിയിൽ ഏറ്റവും വലുതാണ് അമേരിക്കയിലേത്. 2019 കണക്ക് പ്രകാരം ഇത് $115.2 ബില്യൺ ആണ്.